ഇന്ന് കസ്റ്റമർ നമുക്ക് റെഫറൻസ് ആയിട്ട് തന്ന കേക്ക് ഇതായിരുന്നു കേട്ടോ. ഇതൊരു വെഡ്ഡിങ് കേക്ക് ആയിരുന്നു. താഴെയും സെൻറ്റർ ഭാഗമൊക്കെ ഡമ്മി, മേളിൽ കേക്കും ആയിരുന്നു. അപ്പോൾ കേക്കിൻ്റെ ഫ്ലേവർ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സ്ട്രോബെറിയുടെ ഒരു ക്രഷ് കുറച്ച് തീർന്നിരിക്കണ കാരണം ഞാനൊരു ചെറിയ ബോട്ടിലായിട്ടാണ് വാങ്ങിച്ചത്. വലിയ ബോട്ടിൽ അവിടെ കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. 5 ഇഞ്ചിലാണ് നമ്മൾ സ്പഞ്ച് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായത്. ഇതിൻ്റെ താഴെ വരുന്ന ലെയർ 7 ഇഞ്ചും അതിൻ്റെ താഴെ 9 ഇഞ്ചും അങ്ങനെയാണ് നമ്മൾ കേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ കേക്ക് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലവേഴ്സ് വാങ്ങിക്കാനായിട്ട് പോയി. അപ്പോൾ കസ്റ്റമർക്ക് താഴത്തെ ഡമ്മി കംപ്ലീറ്റ് ഫ്ലവേഴ്സ് വെക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായത്. നമുക്ക് 2 ഓപ്ഷൻസാണ് ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ ഓപ്ഷൻ ഞാൻ പറഞ്ഞില്ല, കാരണം ഇപ്പോൾ ഇത്തിരി ചൂട് കൂടുതലായത് കാരണം വിപ്പിംഗ് ക്രീം ഒരു നല്ല ഓപ്ഷൻ അല്ല എന്ന് തോന്നി. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ഫ്രഷ് ഫ്ലവേഴ്സും ആണ് നമ്മൾ കസ്റ്റമർക്ക് പറഞ്ഞത്. അപ്പോൾ കസ്റ്റമർ നമ്മളോട് ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ച് തന്നെ കംപ്ലീറ്റ് ഫില്ല് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു 40 റോസസ് ആദ്യം വാങ്ങിച്ചു. പിന്നെ കുറച്ച് ജിപ്സോഫിലയും അതുപോലെ ഒരു ഗ്രീൻ ലീഫും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഇതിൽ തികയുമെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ നമ്മൾ ആദ്യം തന്നെ ഡമ്മി ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വർക്കുകൾ ചെയ്യാമെന്ന് കരുതി കേട്ടോ. നമ്മൾ വാങ്ങിക്കുന്ന ടൈമിൽ റോസ് ഇങ്ങനെ ഒരുപാട് അങ്ങ് വിരിഞ്ഞ് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ റോസിൻ്റെ സ്റ്റെമ്മ് നമുക്ക് ഡമ്മിയിലേക്ക് കുത്തി കൊടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് കയറ്റി സ്റ്റെം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ എല്ലാ റോസസിൻ്റെയും താഴെ നമ്മൾ ടൂത്ത് പിക്ക് വെച്ച് കുത്തിയിട്ടാണ് ഡമ്മിയിലേക്ക് കുത്തി കൊടുക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ഒരു റോ മുഴുവൻ കംപ്ലീറ്റ് ആയപ്പോഴേക്കും ഏകദേശം നമുക്ക് കാര്യം മനസ്സിലായി റോസ് തികയാൻ ചാൻസ് ഇല്ലെന്നുള്ളത്. പിന്നെ കുറച്ചിങ്ങനെ വാടി നിൽക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൂടി കൊടുക്കുന്നുണ്ട്. റോസ് വിടർത്തി കൊടുക്കുമ്പോൾ പതിയെ ചെയ്യുക, അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇതിൽ പൊട്ടിപ്പോരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ വാങ്ങിച്ച 40 റോസസ് നമുക്ക് ഇതുപോലെ 2 ലെയറാണ് സെറ്റ് ചെയ്യാൻ പറ്റിയത്. പിന്നെ അതുപോലെ തന്നെ ഒരു റോസ് പൊട്ടിപ്പോവുകയും ചെയ്തു. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഒരു സ്പേസ് അങ്ങനെ കിടക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ അടുത്തൊരു ബഞ്ചസ് റോസസും കൂടി വാങ്ങിച്ചാലേ നമുക്ക് കംപ്ലീറ്റ് ഈ ഡമ്മി ഫില്ല് ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഒരു ട്രിപ്പും കൂടി നമ്മൾ റോസ് വാങ്ങിക്കാനായിട്ട് പോയിക്കാം കേട്ടോ. വീണ്ടും നമ്മൾ വാങ്ങിച്ചപ്പോൾ 40 തന്നെ വാങ്ങിച്ചു. ഇങ്ങനൊരു വർക്ക് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് നമുക്ക് കറക്റ്റ് എണ്ണ ഒന്നും അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ അതേ നമ്മൾ ബാക്കി റോസസ് വാങ്ങിച്ചത് ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് കുത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രീം വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്ന പോലെ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്തെടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം ഓരോ റോസസും നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ എന്തായാലും വരും. അപ്പോൾ അത് നമുക്ക് ചെറിയ റോസസ് വെച്ചൊന്നും ഫില്ല് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും ഈ ഒരു വലിപ്പം തന്നെ ആയിരിക്കും. എന്നാലും അത്യാവശ്യം നമ്മൾ ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് തന്നെയാണ് കുത്തി കൊടുത്തത് കേട്ടോ. അങ്ങനെ ഡമ്മി താഴത്തത് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 7 ഇഞ്ചിൻ്റെ ഡമ്മിയാണ്. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ബേസ് കൊടുത്തിട്ട് കേക്കിലേക്ക് വെക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ബേസ് ഒന്നും കൊടുത്തിട്ടില്ല, കാരണം ഡമ്മിയിലേക്ക് തന്നെ സ്റ്റിക്ക് ചെയ്യാനുള്ളത് കാരണം 7 ഇഞ്ചിൻ്റെ ഡമ്മിയും 9 ഇഞ്ചിൻ്റെ ഡമ്മിയും ഒരുമിച്ച് തന്നെ ഇതുപോലെ വുഡൻ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റാക്ക് ചെയ്യേണ്ടത് കാരണം അടിയിൽ അങ്ങനെ ബേസ് ഒന്നും കൊടുത്തില്ല കേട്ടോ. പിന്നെ മേളിലുണ്ടായ ആ ഒരു ഭാഗത്ത് മാത്രം ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീമിനകത്ത് റെഡ് കളർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ റോസ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് പൊങ്ങി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്ത കാരണമാണ് ക്രീം വെച്ച് ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മേൽഭാഗത്ത് കൊടുക്കാനുള്ള നമ്മളുടെ കേക്കും കൂടി ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. യെല്ലോ ഷെയ്ഡാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായത്, കാരണം വൈറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു ഭംഗി തോന്നിയില്ല. പിന്നെ അയച്ചു തന്ന റെഫറൻസിലും ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു പൊടിക്ക് യെല്ലോ കളർ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ നമ്മളിതേ ലൊക്കേഷനിലെത്തി. അവിടെ എത്തിയപ്പോൾ നമ്മുടെ സ്റ്റേജും കംപ്ലീറ്റ് റെഡ് കളറായിരുന്നു. അപ്പോൾ നമ്മളുടെ കേക്ക് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും 3 ടയർ കേക്ക് ചെയ്യുമ്പോഴുള്ള സംശയങ്ങളൊക്കെ മാറട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.